ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കാൻ ഹമാസ് ബന്ദികളെ ഭൂഗർഭാറകളിൽ നിന്ന് മാറ്റിയതിനെതിരെ പ്രതികരിച്ച് ട്രംപ് കൂടുതൽ അപകടം വിളിച്ചു വരുത്തരുത്, ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹ ഉച്ചകോടിക്ക് പിന്നാലെ വ്യക്തമാക്കി. ഹമാസിനും ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിന്റേത് മാത്രമാണ് എന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേത് മാത്രമാണ്. ആക്രമണത്തെക്കുറിച്ച് US സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു എന്നും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. അത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചു എന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തു.